ഗോപാലനാരെ, എന്താ വിളിച്ചേ? ഗോപാലനാരെ, ആ വാതുക്കൽ നിൽക്കുന്നയാൾ കുറെ നേരം എവിടെ നിന്ന് കണ്ണിറുക്കി കാണിക്കുന്നു. എന്താണെന്ന് ചോദിച്ചേ? ആ നിൽക്കുന്നവനാണ്. എന്താടോ, എന്ത് വേണം? അല്ല, അഡ്വക്കേറ്റ് പങ്കജാക്ഷൻ പിള്ള ഇപ്പൊ വരൂ. താനെന്തിനാണോ അവരെ നോക്കി കണ്ണിറുക്കി കാണിച്ചത്? അടിച്ച കണ്ണ് ഞാൻ പൊട്ടിക്കും. അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ പിന്നെ ശൃംഗാരം വക്കീലന്മാരോട് ഞാൻ കേട്ടു. മാഡം, ഞാൻ ശിവശങ്കരൻ അല്ല പത്മനാഭൻ നായർ. എനിക്ക് മാഡത്തിനോട് രഹസ്യമായിട്ടൊരു കാര്യം. എനിക്ക് എന്ത് വേണം? കുറെ നേരം അയാളോ ഡിസ്റ്റർബ് ചെയ്യുന്നു. ചേച്ചി, ഞാൻ ഇയാളുടെ കാര്യം പറഞ്ഞത്. കുറച്ചുമ്പേ വരാന്തയിൽ നിന്ന് കോഴിച്ച് കാണിച്ചാൽ എന്നാടോ പോലീസിന് വിളിക്കണം? ഗോപാലനാരെ. അല്ല മാഡം, അല്പോ പേഴ്സണലായിട്ട്. പുരുഷോത്തമ സാറേ, നമ്മൾ ആനപ്പാറ പൂട്ടുപൊളിക്കത്തിൽ എന്നെ വെറുതെ വിട്ടു. തെളിവില്ല. ഞാൻ 2 പ്രാവശ്യം സാറിനെ അന്വേഷിച്ച് സ്റ്റേഷനിൽ പോയിരുന്നു. അതെ, എനിക്കുള്ള പരിചയമൊന്നുമില്ല. ഞാൻ മാഡത്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചോളാം. ഹലോ, അഡ്വക്കേറ്റ് ഇന്ദു അല്ലേ? എന്നെ മനസ്സിലായോ? അല്ലേ, കോടതി വരാന്തയിൽ വെച്ച് ഇന്ന് വിളിക്കാൻ ശ്രമിച്ച സ്മാർട്ടായ ഒരു ചെറുപ്പക്കാരനെ ഓർക്കുന്നുണ്ടോ? അത് ഞാനാണ്. അടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വെരി ഗുഡ്. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ദുവിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഫോണിൽ സംസാരിച്ചാൽ ശരിയാവില്ല. കോടതി വളപ്പിൽ വെച്ചാവാമെന്ന് വിചാരിച്ചാൽ അവിടെയുള്ള കശ്മലന്മാരുടെ ശല്യം അറിയാമല്ലോ. മാത്രമല്ല, നേരിട്ടുള്ള ആശയവിനിമയത്തിൽ നിന്നും കിട്ടുന്ന സുഖം നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തികച്ചും സ്വകാര്യ നിമിഷങ്ങളാണ് മാഡം എനിക്ക് സമ്മാനിക്കേണ്ടത്. ഹൃദയം തുറന്ന് എല്ലാ രഹസ്യങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഏകാന്തതയുടെ അപാര തീരങ്ങളാണല്ലോ കടപ്പുറങ്ങൾ. നമുക്ക് ബീച്ച് വെച്ച് മീറ്റ് ചെയ്താലോ? കാണുന്നില്ലല്ലോ. വരാനുള്ള സമയം ആവുന്നതേ ഉള്ളൂ. അല്ല പക്ഷേ, ഞാനും കൂടി ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? വേണം. ഞാൻ ഇന്ദുവിനെ ഡീൽ ചെയ്യുന്ന സ്റ്റൈൽ നീ നേരിട്ട് കണ്ട് മനസ്സിലാക്കണം, എന്നെ അഭിനന്ദിക്കണം. അതെന്റെ ഒരു ആഗ്രഹമാണ്. സംഭവം സക്സസ് ആവോ? ഇതാണ് മനസ്സുകളുടെ ഐക്യമെന്ന് പറയുന്നത്. നമ്മൾ രണ്ടുപേരും ഒരേ സമയത്തെത്തി. ഹൃദയത്തിന്റെ നെരിപ്പോട്ടിൽ കിടന്ന് പിടയുന്ന രഹസ്യങ്ങളുടെ കലവറയുമായാണ് കുട്ടി നടക്കുന്നതെന്ന് എനിക്കറിയാം. സ്വന്തം ഭർത്താവ് പോലും അറിയാതെ കുട്ടി എനിക്കൊരു സത്യം ചെയ്തതാണ്. സി, കുട്ടിയുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരാനുണ്ടായ സാഹചര്യം കുട്ടിയുടെ സൗന്ദര്യമോ അവസാനമാണ്. എന്താ ഹരിയേട്ടാ? കൊതുക് കൊതുക്. കൊതുകോ? എവിടെ? ഇവിടെ ആകെ കൊതുകാണ്. ഭക്ഷണം ഞാൻ പിന്നെ കഴിക്കാം. എനിക്ക് നമ്മുടെ രവിയോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. ഇത് കഴിച്ചിട്ട് പോയാ പോരെ? പോരാ, എനിക്ക് ആരോടെങ്കിലും ഒരു കാര്യം പറയാൻ തോന്നിയാൽ അപ്പൊ തന്നെ പറയണം. അതാണ് എന്റെ പണ്ടേയുള്ള സ്വഭാവം. ഇവിടെ നിൽക്കണ്ട, ഇതാണ് ആ ധൂമകേതുവിന്റെ വീട്. ബാല്യകാല സുഹൃത്ത്, മാങ്ങാ തൊലി. എന്താ നീ വിചാരിച്ചത്? ഞാൻ കടലിൽ മുങ്ങിച്ചത്ത് തുലഞ്ഞു പോട്ടെന്നോ? ഞാൻ അനുഭവിച്ച വീർക്കൂടൽ നിനക്ക് അറിയില്ലടാ. എന്തായിരുന്നാലും ഞാൻ അനുഭവിച്ചതിനേക്കാൾ കൂടുതലായിരിക്കില്ല. നിനക്കറിയാമോ, എനിക്ക് നീന്തൽ അറിയില്ല. മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങിയുള്ളൂ മാത്രമാ ഞാനിപ്പോ ജീവനോടെ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. നീന്താൻ അറിയാത്ത നീ എന്തിനാ ഓടി കടൽപ്പാലത്ത് കയറിയത്? മരണ വെപ്രാളത്തിൽ ഓടുമ്പോ കടൽ പാലമാണോ റെയിൽ പാലമാണോ എന്ന് നോക്കാൻ പറ്റില്ല. പുരുഷു, ഇങ്ങനെയാണ് നീ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം. ഞാനൊരു തീക്കുണ്ടത്തിന്റെ പുറത്താണ് നിൽക്കുന്നതെന്ന് നീ മറന്നു പോകുന്നു. ഹരി, ലഡ്ഡു ഉരുണ്ടതാണ്, ഭൂമി ഉരുണ്ടതാണ്. ലഡ്ഡു കഴിക്കാൻ പറ്റും, പക്ഷെ ഭൂമി കഴിക്കാൻ പറ്റില്ല. അത് വളരെ ശരിയാ. എസ്.ഐ. രാമേന്ദ്രന്റെ പോലും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. നീ വിഷമിക്കാതിരിക്കും. ഇനി പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. പഴുതുകളില്ലാത്ത പരിപാടികളുമായി മുന്നേറാൻ പോവുകയാണ്. പശ്ചാത്തലങ്ങൾ മാറും, പുതിയ ചില കഥാപാത്രങ്ങൾ വന്നെന്നിരിക്കും. പുരുഷോത്തമൻ സാറേ, തങ്കപ്പൻ റെഡി. എന്താണോ ഇത്രയും വൈകിയത്? വൈകിയോ? രാവിലെ കത്തെത്തി, ഉച്ചക്ക് പുറപ്പെട്ടു.
രാവിലെ കത്ത് കിട്ടിയ രാവിലെ തന്നെ പുറപ്പെടണം. ഇവിടെ വെടിമരുന്ന് ശാലയ്ക്ക് തീ പിടിച്ച പോലെ കാര്യങ്ങളുടെ കിടപ്പ്. അല്ല സാറേ, കത്തിൽ പറഞ്ഞ കാര്യത്തിന് നമ്മൾ അന്തൂറിനെ ഉണ്ടക്കണം പപ്പനെ ഏർപ്പാടാക്കിയാണ് ഞാൻ വരുന്നത്. നമ്മൾ പോലീസുകാരും കള്ളന്മാരും ഒരിക്കലും തമ്മിൽ തല്ലേണ്ടവരല്ല, സഹകരിച്ചു പോകേണ്ടവരാ. അല്ല സാറേ? പിന്നെ ഈ കേസിൽ സാറ് പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്. അല്ലാതെ ഒരു പെണ്ണിനെ വയറ്റിലാക്കി കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് കടന്നു പറഞ്ഞ ഒരു ചെറ്റയെ ഒരിക്കലും സഹായിക്കാൻ പാടില്ലാത്ത അല്ലേ? എന്താ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? തടയണ്ട, അവ മുഴുവൻ പറഞ്ഞോട്ടെ പുരുഷു. സോറി, ഞാൻ ആളറിയാതെ. എന്റെ കാര്യങ്ങൾ ഒരു പ്രാണി പോലും അറിയാതെ ഒളിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുമ്പോ നീ നോട്ടീസ് അടിച്ച് നാട്ടിൽ മുഴുവൻ വിതരണം ചെയ്യുകയാണ്. അല്ലടാ ദ്രോഹി. അരി ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് സഹായിക്കാനല്ലടാ, തുലക്കാൻ വന്നതാ നീ എന്നെ. എനിക്കൊരു പട്ടിയുടെ സഹായം വേണം. പട്ടിയൊക്കെ പട്ടിയോടാ. ഷർട്ടിൽ പിടിയോടാ. ഷർട്ടിൽ പിടിയോടാ. എന്താണ് അവിടെ ബഹളം? ഒരു നാടകത്തിന്റെ റിഹേഴ്സലാണ് സാർ. പേര് കിണ്ണം കട്ടക്കള്ളൻ. മറ്റു മുറികളിലൊന്നും ആർക്കും സ്വൈരം വേണ്ടേ? തീർച്ചയായും വേണം സാർ. സോറി. അത് ഈ ശബ്ദം ഉണ്ടാക്കരുത്. ഓക്കെ സാർ. എന്റെ ഭഗവാനെ, കുന്നിക്കോട്ടുണ്ടായിരുന്ന SI PJ ആന്റണി സാറാ. എന്നെ തിരിച്ചറിയാഞ്ഞത് ഭാഗ്യം. എന്നെ അതെ ഹരീഷ്ണ, ഒരു കൈയബദ്ധം പറ്റി. പക്ഷേ തങ്കപ്പൻ നിന്റെ കഥ ആരോടും പറയില്ല, പേടിക്കണ്ട. കള്ളനാണേലും അവൻ സത്യസന്ധനാ. ഇവനെയൊക്കെ വിളിച്ചോണ്ട് വന്നത് എന്തിനാണെന്ന് പറ. പറയാം തങ്കപ്പ. 7 മുതൽ 7:30 വരെയാണ് ലോഡ് ഷെഡിങ്. ആ സമയത്ത് കോളനിയിൽ എവിടെയും വെളിച്ചം ഉണ്ടായിരിക്കില്ല. സെക്കൻഡ് കൊണ്ട് എല്ലാം കഴിയണം. നീയും നിന്റെ ആൾക്കാരും കൂടി ഒരു വാഹനത്തിൽ അവിടെ എത്തുന്നു, ഓടി വീടിനകത്ത് കയറുന്നു, അവളെ പൊക്കുന്നു, കടത്തുന്നു. ഏതെങ്കിലും രഹസ്യ സ്ഥലത്ത് കൊണ്ടുപോയി അവളെ കൊല ചെയ്യുന്നു. നഖങ്ങൾക്കിടയിൽ സൂചി കയറ്റിയും ചൂരൽ വടി കൊണ്ട് അവളെ മതി, ബാക്കി പറയണ്ട. സാറ് തന്നെ എന്നെ ചെയ്തിട്ടുള്ളൂ അല്ലേ? അറിയാം. കോളനിയിലുള്ള ആരുടെയെങ്കിലും പൂർവ്വകാല കഥ അറിയാമെങ്കിൽ അതൊരിക്കലും മറ്റാരോടും പറയില്ല എന്ന് ഉറപ്പ് കിട്ടുന്നത് വരെ മർദ്ദനമുറ തുടർന്നുകൊണ്ടേയിരിക്കും. ഏറ്റു സാർ, നല്ല പുതുമയുള്ള ഐറ്റം. പുരുഷു, അപകടം പിടിച്ച പണിയാണ് ഇതൊക്കെ. നീ മിണ്ടായിരിക്കെ. പക്ഷെ തങ്കപ്പ, വേറൊരു പ്രശ്നമുണ്ട്. അവളുടെ ഭർത്താവ് ചില്ലറക്കാരനല്ല. ആ സമയത്ത് അവൻ വീട്ടിലില്ലാതിരിക്കുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അവനെന്താ ജോലി? ഏതോ ഫാക്ടറിയില്ല. ഓക്കെ, ഈ സംഭവം കഴിയുന്നത് വരെ അവൻ ഫാക്ടറിയുടെ പുറം കാണില്ല. അത് തങ്കപ്പനേറ്റു. അയ്യോ, എന്തു പറ്റി? കണ്ടില്ലേ, ഏതോ മഹാഭാവികൾ ചെയ്ത പണിയാ. പഞ്ചറായ? നാമതെ. കുഴപ്പമില്ല സാറ് ജാക്കിയെടുക്ക്, ഞാൻ സ്റ്റെപ്പിനിട്ട് തരാം. അല്ല, നിങ്ങളാരാ? ഞാൻ ഇതുപോലെ ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന ഒരാളാ. സാറാരാ? ഞാനിപ്പോ തൽക്കാലം ബുദ്ധിമുട്ടിയ ഒരാളാ. സാറല്ല, തിക്കോർക്കും വരും. എത്ര നേരമായോ ഇത്? കഴിഞ്ഞില്ലേ? കഴിഞ്ഞു, പക്ഷെ അബദ്ധം പറ്റി. സ്റ്റെപ്പിനിട്ട് തല തിരിഞ്ഞു. അങ്ങോട്ട് മാറോ, തല തിരിഞ്ഞവനെ. വേണ്ട, ഞാൻ തന്നെ സാറ് കുറച്ച് റിലാക്സ് ചെയ്തോളത്തോളം മതി. ഇനി ബാക്കി ഞാൻ ചെയ്തോളാം. മാറ്. എന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഇനി സാറ് പണി നന്നായിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. കൊണ്ട് അതിക്രമം ചെയ്യിക്കല്ലേ. നോര കണിയണ്ടിയാ. ലോഡ് ഷെഡിങ് കഴിഞ്ഞ് കരണ്ടും വരാറായി. അവന്മാരെ കാണുന്നില്ലല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? നീ പേടിക്കാതെ, നാളത്തെ SI ആ നിന്റെ കൂടെ ഇരിക്കുന്നത്. ആ, വരുന്നുണ്ട്. അവിടെ വിജി, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതൊന്നും വേണ്ടെന്ന്. ഞാനങ്ങനെ മുമ്പ് ചെല്ലും. തന്റെ തങ്കപ്പൻ എവിടെയോ? അവനെ രവിയെ പിടിച്ചിരുത്താൻ പോയിരിക്ക. യവന്മാരെയാണെ എനിക്കറിയില്ല. നമ്മൾ ശത്രുക്കളാണെന്ന് വിചാരിക്കൂ. എന്നാ അതിന് മേലും കീഴും നോക്കാനില്ല. ഇനി ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പൊക്കോ. ഇതെന്താണ് ഇപ്പൊ കഥ? നിന്റെ അടുത്ത് ആരെ തട്ടിക്കൊണ്ടുവരുന്ന പറഞ്ഞത്? ഭാര്യ. ആരുടെ ഭാര്യ? അയ്യോ, ഓരോന്ന് തങ്കപ്പന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് ഇറങ്ങും.